ഇന്നത്തെ പ്രസിഡന്റായിട്ട് എന്നെ തെരഞ്ഞെടുത്ത ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ എന്നെ ഈ പഞ്ചായത്തിലേക്ക് ഒരു ജനപ്രതിനിധിയായിട്ട് എത്തിച്ച എൻ്റെ നാട്ടുകാരോടും എൻ്റെ പ്രസ്ഥാനത്തിനോടും എനിക്ക് വളരെയധികം നന്ദി കടപ്പാട് അറിയുന്നു. രണ്ടാമത് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വികസനത്തിൻ്റെ ഒരു വിജയ രചന സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ഒരു ഭൂരിപക്ഷമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ തന്നെ ഒരു വികസനത്തിൻ്റെ ഒരു തേരോട്ടം ജനങ്ങളെ കണ്ട് ജനങ്ങളുടെ അംഗീകാരം വാങ്ങി മുന്നോട്ട് പോകാനാണ് എൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ ഏതൊരു ഭരണസമിതി വന്നു കഴിഞ്ഞാലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അവർ 5 വർഷത്തെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് കാണുന്നത്. നമ്മുടെ ലക്ഷ്യം ഒരു 10-15 വർഷം ദീർഘവീക്ഷണത്തോടെ കണ്ടുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, മാറഞ്ചേരി പഞ്ചായത്തിനെ രക്ഷപ്പെടുത്തുക, മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടി ആമുഖം നിർവഹിക്കുക, അതിന് സാന്നിധ്യം വഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അനുബന്ധമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഏതൊക്കെ പദ്ധതികളിലാണ്? ഇപ്പോൾ കാർഷിക മേഖലയുണ്ട്, വിദ്യാഭ്യാസ മേഖലയുണ്ട്, ആരോഗ്യ മേഖല, അങ്ങനെ തുടങ്ങിയ ഒരുപാട് മേഖലകളുണ്ട്. ഏതിനാണ്, എങ്ങനെയാണ്? ഞങ്ങളുടെ ഒരു പ്രകടന പത്രിക തന്നെ മാറഞ്ചേരിയുടെ വികസനം ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിലെ ഓരോ വിഷയവും ഓരോ കാര്യങ്ങളും നമ്മുടെ മാറഞ്ചേരി പഞ്ചായത്തിന് ആവശ്യമായ കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് 10-15 വർഷം, ഈ 5 വർഷം മാത്രമല്ല. സാധാരണ നമ്മൾ 5 വർഷം ഒരു കാലാവധി, ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ സാധാരണ നൽകുന്ന റോഡിൻ്റെ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് സാധാരണ ഒരു ഭരണസമിതി കാലങ്ങളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മളെ കായികം എടുത്തു കഴിഞ്ഞാൽ മാറഞ്ചേരി പഞ്ചായത്തിലെ ഏക മിനി സ്റ്റേഡിയമാണ്, പഞ്ചായത്തിൻ്റെ മിനി സ്റ്റേഡിയമാണ് ഇപ്പോൾ മാറഞ്ചേരിയിലുള്ളത്. ആ മിനി സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം തന്നെ വളരെയധികം കാലങ്ങളോളം MLA ഫണ്ട് വെച്ചിട്ട് പോലും കാലങ്ങളോളമായി അതിൻ്റെ പണി നീണ്ടുപോവുകയാണ്. അപ്പോൾ ആ പണി എത്രയും പെട്ടെന്ന് ത്വരിതപ്പെടുത്തിക്കൊണ്ട് ആ ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കി കൊടുക്കുക, അവിടുത്തെ കളിക്കാരെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടൊപ്പം തന്നെ മാറഞ്ചേരി പഞ്ചായത്തിലെ പുറങ്ങു മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി സ്ഥലം കണ്ടെത്തി ഇത്തരത്തിലുള്ള ഒരു മിനി സ്റ്റേഡിയം ആരംഭിക്കണം എന്നത് ലക്ഷ്യമുണ്ട്. കായികമായി അത് ആ ഭാഗത്തുള്ള യുവജനങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ നമുക്കറിയാം, നമ്മുടെ കാർഷിക മേഖലയിൽ 100% തരിശ് രഹിത പഞ്ചായത്ത് എന്നൊക്കെ പല ഘട്ടങ്ങളിലും നമ്മളിവിടെ പ്രഖ്യാപനം കണ്ടിട്ടുണ്ട്. പക്ഷേ ആ തരിശ് രഹിത പഞ്ചായത്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തരിശ് രഹിത പഞ്ചായത്താണോ എന്താണെന്ന് നമ്മളെ മാറഞ്ചേരി പഞ്ചായത്തിൻ്റെ അവസ്ഥയാണ്. ഇവിടുത്തെ കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. നെല്ല് ഏറ്റെടുത്തിട്ട് പൈസ കിട്ടാത്ത വിഷയം, അത്തരം കാര്യങ്ങളിൽ അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തരിശ് രഹിതം യാഥാർത്ഥ്യമാക്കുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ തന്നെ കർഷകരെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യൽ ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ പ്രവാസികളുടെ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആശയങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ നാട്ടിൽ പ്രവാസികൾക്ക് ചെയ്യാൻ കഴിയുക അത് യാഥാർത്ഥ്യമാക്കണം. ഇതിനെല്ലാം ഞങ്ങൾ ഇവിടെ ഈ 22 മെമ്പർമാരും ഒരുമിച്ച് എടുക്കുന്ന തീരുമാനത്തോടാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ആ 22 മെമ്പർമാരുടെയും വികസനം ആണ് മാറഞ്ചേരിയിൽ ഇനി വരും കാലങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്നത്. നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ വാതക ശ്മശാനം അത് ഗ്രാമപഞ്ചായത്തിന് കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള രോഹിത്തിൻ്റെ കാലത്താണ് ആ പദ്ധതിയുടെ ഒരു 80% വർക്ക് പൂർത്തിയായത്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ടൈമിലാണത് ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്തിന് കൈമാറിയത്. ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ട്, പ്രവർത്തനം നടക്കാത്ത പോകുന്നത്. എന്താണ് അതിൽ താങ്കൾ പ്രസിഡന്റായിരിക്കുകയാണല്ലോ, താങ്കൾ എന്താണ് അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നടപടികൾ എന്താണ് സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും അന്ന് രോഹിത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യ സംഘാടകനിൽ ഒരാളായിരുന്നു. രോഹിത്ത് ആ പദ്ധതി വെച്ച് രോഹിത്ത് ആ കാലാവധി കഴിയുന്നതിന് മുന്നേ തന്നെ രോഹിത്ത് അത് ഉദ്ഘാടനം നിർവഹിച്ചു പോയതാണ്. പിന്നീട് അന്ന് ഉദ്ഘാടനം നിർവഹിക്കാൻ തന്നെ ഒരുപാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുകൂലമായ ഒരു നിലപാടില്ലാത്തത് കാരണം അത് സാധിക്കാതെ പോയി. അന്ന് രാഷ്ട്രീയമായ കാരണങ്ങളോടാണ് സാധിക്കാതെ പോയി. എങ്കിൽ കൂടി അവസാന ഘട്ടത്തിൽ അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോയത്. ഇപ്പോൾ 10 വർഷമായി ഉദ്ഘാടനം ചെയ്ത് രണ്ടാമതും ഉദ്ഘാടനം നടത്തി. ഇപ്പോൾ അത് കാടുമൂടി നശിച്ച നിലയിലാണ്. തീർച്ചയായും എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? ആ നടക്കാതിരിക്കാൻ എന്താണ് കാരണം?
അതൊക്കെ പരിശോധിച്ചുകൊണ്ട് അത് തുറന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം തന്നെയാണ്. നമുക്ക് അറിയാം, മാറഞ്ചേരി നമ്മുടെ ഒരുപാട് യാത്രക്കാർ, ദിവസവും നൂറുകണക്കിന് യാത്രക്കാർ പല ഭാഗങ്ങളിലായിട്ട് വരുന്നു. ഹോസ്പിറ്റലുണ്ട്, പഞ്ചായത്ത് ഓഫീസുണ്ട്, കൃഷിഭവനുണ്ട്, അങ്ങനെ അത്രയും യാത്രക്കാർ വരുന്നൊരു ഇടമാണ്. ഇവിടെ ഒരു പൊതു ശൗചാലയം എന്നുള്ളൊരു സംഭവം ഇവിടെ നമ്മുടെ മാറഞ്ചേരി അങ്ങാടിയിലില്ല. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രസംഗം എന്ന നിലയിൽ താങ്കൾ എന്താണ്? തീർച്ചയായിട്ടും പൊതു ശൗചാലയം നമുക്ക് ആവശ്യമാണ്. ഒരു ഘട്ടത്തിൽ ഞാനിവിടെ 2015-20 കാലഘട്ടത്തിൽ ഞാൻ ഈ മാറഞ്ചേരി സെന്ററിനെ പ്രതിനിധീകരിച്ച് ജനപ്രതിനിധി ആയിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു പൊതു ശൗചാലയത്തിൻ്റെ ഫണ്ട് വകയിരുത്തി കൊണ്ടുവന്നതാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാന നിർമ്മാണത്തിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ പരിസരവാസികൾ അവർക്ക് അതിലൊരു ബുദ്ധിമുട്ട് തോന്നി. അവർ പറഞ്ഞ്, നിങ്ങളിതിന് ഒരു കാവൽക്കാരനെ വേണം, ആ കാവൽക്കാരനെ നിയമിച്ചെങ്കിൽ മാത്രമേ, അങ്ങനെ ഉറപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ നിർമ്മിക്കാൻ സാധിക്കുള്ളൂ, ഞങ്ങൾ അതിനെ അനുവദിക്കുള്ളൂ എന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധം വന്നത് കാരണം അന്ന് അത് ഉപേക്ഷിക്കുകയുണ്ടായി. ഇപ്പോൾ ആ സ്ഥലത്താണ് നമ്മുടെ വയോജന പാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പൊതുവായ സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ ജനങ്ങളുടെയും വ്യാപാരികളുടെയും എല്ലാവരുടെയും സമ്മതത്തോടു കൂടി, അവരുടെയൊക്കെ അംഗീകാരത്തോടു കൂടി അത്തരത്തിലുള്ള പൊതു ശൗചാലയം കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കും. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 2 പ്രൈമറി ഗവൺമെൻറ് വിദ്യാലയങ്ങളാണ്. അതിലൊന്ന് ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ്. ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുമ്പൊക്കെ ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ കാരണം അത് നടക്കാതെ പോയിട്ടുണ്ട്. താങ്കൾ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്താണ് ആ ഒരു പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് നടപടികളാണ് താങ്കളുടെ ഭാഗത്ത്? തീർച്ചയായും പൊതുവിദ്യാലയം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഒരു പഞ്ചായത്തിൻ്റെ കടമ. അത് നിലനിർത്തി കൊണ്ടുപോകൽ അത്യാവശ്യമാണ്. ഇപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞ കാരക്കാട് സ്കൂള് എനിക്കറിയുന്ന സ്കൂളാണ്. അത് പണ്ട് തൊട്ടേ കൃഷ്ണൻ ഡോക്ടറുടെ അധീനതയിലുള്ള സ്കൂളാണ്. അതിന് സാങ്കേതികത്വം എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സാങ്കേതികത്വം പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടികൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ ആ വിദ്യാലയം സംരക്ഷിക്കും. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.